കല്ലാങ്കുഴി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകിയെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി എൻ. ഷംസുദ്ദീൻ. കല്ലാങ്കുഴി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകിയെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷംസുദ്ദീൻ. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടേതായി ഇന്ന് മണ്ണാർക്കാട്ടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ എന്നെ സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകൾ സത്യത്തിൽ മണ്ണാർക്കാട്ടുള്ള ചിലർ ബോധപൂർവം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് മൂലമുണ്ടായിട്ടുള്ളതാണ്. ഈ കല്ലാങ്കുഴിയിലെ സംഘർഷവും രണ്ടുപേർ മരിക്കാനിടയായ സാഹചര്യവും 2.5 വർഷം മുമ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ പറയാത്തൊരു പുതിയ ആരോപണം, പ്രതികളെ ഞാൻ സഹായിച്ചു എന്നൊരു ആരോപണം ഇപ്പൊ പറയുന്നത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുപോലെ ചില ആളുകൾക്ക് അങ്ങനെ താല്പര്യമുണ്ട്. അതിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ അത് ദുരുപയോഗം ചെയ്യും. ആ മണ്ണാർക്കാട്ടെ പത്രക്കാരെന്നുള്ളവർക്ക് നിങ്ങളോട് അതിന്റെ വിശദാംശങ്ങൾ പറയേണ്ടതില്ല. കാരണം ആ സംഭവം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിന്റെ പശ്ചാത്തലം എന്താണെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 2.5 വർഷം മുമ്പ് കല്ലാങ്കുഴിയിലുണ്ടായ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് താൻ സംരക്ഷണം നൽകിയെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ഇലക്ഷന് സമയമായതിനാൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലെന്നും യു.ഡി.എഫ് സ്ഥാനാർത്ഥി എൻ. ഷംസുദ്ദീൻ പറഞ്ഞു. മണ്ണാർക്കാട് MCV ന്യൂസ് ഒരുക്കിയ പത്രസമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിനു വേണ്ടി ഒരുക്കിയ എനിക്ക് പോരായ്മകളൊന്നും കണ്ടെത്താൻ എതിർപക്ഷത്തിന് കഴിയാത്തതിനാൽ ബോധപൂർവം അവർ കളിച്ച ഒരു കളിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട്, വികസന കാര്യങ്ങളിലോ എന്റെ പ്രവർത്തന ശൈലിയിലോ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ചില ഇടതുപക്ഷ ആളുകളുടെ ഒരു താല്പര്യം, അതുപോലെ തന്നെ UDF-നും ലീഗിനും മണ്ണാർക്കാട് MLA ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരുടെ താല്പര്യം, അതെല്ലാം കൂടി നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇങ്ങനെ ഒരു പ്രചരണം എനിക്കെതിരെ അയച്ചുവിടുക എന്നുള്ളത്. പക്ഷേ ആ കാര്യത്തിലും എനിക്ക് മണ്ണാർക്കാട്ടെ ജനതയെ സംബന്ധിച്ചിടത്തോളം തെല്ലും സന്ദേഹമില്ല. കാരണം 2.5 കൊല്ലമായിട്ട് പറയാത്ത കാര്യം ഇപ്പോഴാണ് പറയുന്നത്. പിന്നെ എന്റെ ഒരു സമീപനവും ശൈലിയും മണ്ണാർക്കാട്ട് ജനതയ്ക്ക് അറിയാം. ഒരു പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. രാഷ്ട്രീയ സംഘർഷമായാലും മത സംഘർഷമായാലും ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡേ എടുത്തിട്ടുള്ളൂ. സംഘർഷം ഒന്നിനും പരിഹാരമല്ല. ആ സംഭവത്തെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞ അത് തന്നെയാണ്. 2 ആളുകൾ കൊല്ലപ്പെടാനിടയായ സാഹചര്യം തീർത്തും വേദനാജനകമാണ്. പിന്നെ അതുണ്ടായ സാഹചര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളില്ലാതിരിക്കാൻ നേതൃത്വം അതിനു വേണ്ട സമീപനങ്ങൾ സ്വീകരിക്കണം. കല്ലാങ്കുഴി ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റു പലതുമാണെന്നും രാഷ്ട്രീയ ഭാവങ്ങളെക്കാൾ കുടിപ്പകയും പള്ളി പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. ഒന്ന്, അത് ആ പ്രദേശത്തെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമാണ്. അതിൽ ലീഗ് CPM ഭിന്നതക്കോ അല്ലെങ്കിൽ സംഘർഷത്തിനോ, അതുപോലെ AP EK തർക്കത്തിനോ 2ാമത്തെ 3ാമത്തെ സ്ഥാനമില്ല. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കൊലപാതകം ഉണ്ടായി. ആ കൊലപാതകത്തിൽ ഇപ്പൊ കൊല്ലപ്പെട്ട 2 പേർ പ്രതികളായി. ഇപ്പോഴത്തെ കൊലപാതകത്തിൽ അന്ന് കൊല്ലപ്പെട്ട ആളുകളുടെ മക്കൾ പ്രതികളായി. ഇങ്ങനെ കൂട്ടുപിണഞ്ഞ് കിടക്കുന്ന വൈര്യത്തിന്റെ ഒക്കെ ഒരു സാഹചര്യം. തീർത്തും ഈ സംഘർഷം ഉണ്ടായതും അവിടുത്തെ അതിനൊരു ചെറിയൊരു പള്ളി വിഷയം അതിലുണ്ടെന്ന് മാത്രം, ഒരു തർക്കത്തെ തുടർന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ അവിടെ ഒരു സംഭവം, ആ ഒരു സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി. കൃത്യം നടന്ന സ്ഥലം കോങ്ങാട് നിയോജക മണ്ഡലമാണെന്നും ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോങ്ങാട് നിയോജക മണ്ഡലം MLA ആയിരിക്കണമെന്നും MLA പറഞ്ഞു. ലീഗ് പ്രവർത്തകർ ഇരട്ട കൊലപാതക കേസിൽ ഉൾപ്പെട്ടപ്പോൾ അത് ചെയ്യേണ്ടത് എന്റെ നിയോജക മണ്ഡലം അല്ലാതെ, അത് മണ്ണാർക്കാട് മണ്ഡലമല്ല, കോങ്ങാട് മണ്ഡലമാണ്. പിന്നെ അവിടുത്തെ ഈ തർക്കത്തിൽ ഒരു ഭാഗത്ത് എന്റെ പാർട്ടിക്കാരാണ്. അതുകൊണ്ട് തന്നെ അന്ന് ആ സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഞാൻ അവിടെ പോകാതിരുന്നത്. ചോദിക്കുന്നത് MLA എന്തുകൊണ്ട് പോയില്ല, ഇങ്ങനെ 2 ആൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പോയില്ല
പോവാതിരിക്കാനുള്ള സാഹചര്യം ഇതാണ്. സ്വാഭാവികമായും അവരുമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് സത്യമാണെങ്കിലും ഒരു MLA എന്ന നിലയിൽ എന്റെ സ്ഥാനം ഒരിക്കലും ഞാൻ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. അതിന് തർക്കത്തിൽ ഒരു ഭാഗത്ത് ലീഗ് പ്രവർത്തകരാണ്. സ്വാഭാവികമായിട്ടും ലീഗ് പ്രവർത്തകരാകുമ്പോൾ എങ്ങനെയാണ് ഞാനൊരു MLA ആണ്, പൊതുപ്രവർത്തകനാണ്, പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ പോകുന്നത്. അതുകൊണ്ട് പോലീസ് റിപ്പോർട്ട് പ്രകാരം അന്ന് പോയില്ല എന്നത് ശരിയാണ്. പിന്നെ ഈ തർക്കങ്ങളിലൊന്നും ഞാൻ പക്ഷം പിടിച്ചിട്ടില്ല. സമുദായത്തിനകത്തുണ്ടാകുന്ന തർക്കങ്ങളിലും ജനവിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിലും പക്ഷം പിടിക്കാതെ പോകണം എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. ഇപ്പോ മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കെതിരെ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വികസന കാര്യങ്ങളിലോ എന്റെ പ്രവർത്തന ശൈലിയിലോ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ചില ഇടതുപക്ഷ ആളുകളുടെ ഒരു താല്പര്യം, അതുപോലെ തന്നെ UDF-നും ലീഗിനും മണ്ണാർക്കാട് MLA ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരുടെ താല്പര്യം, അതെല്ലാം കൂടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇങ്ങനെ ഒരു പ്രചരണം എനിക്കെതിരെ അയച്ചിരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞതിൽ വളരെ ഖേദമുണ്ടെന്നും താൻ അദ്ദേഹത്തെ ഇന്നും ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്നും MLA തുടർന്ന് പറഞ്ഞു. ഇതിൽ ഒരു നിലക്കും ഇടപെടുകയോ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്തിട്ടില്ലാത്ത എന്നെ ഒരു പണ്ഡിതൻ, ഞാൻ ആ പണ്ഡിതനെ ബഹുമാനിക്കും. ഇങ്ങനെ ചില ആളുകൾ പറയുമ്പോഴേക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് വളരെ ഖേദകരമായി. കാരണം ഒരു നിരപരാധിയെ ക്രൂശിക്കാൻ പാടില്ലല്ലോ. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ ഉപയോഗപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമകരമാണ്. എനിക്ക് എന്നാലും അദ്ദേഹത്തോടൊരു ബഹുമാനക്കുറവില്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. ഒരു സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ അങ്ങനെ പറയണം. ഞാൻ ആ മണ്ഡലത്തിലെ സംഭവം നടന്ന സ്ഥലത്തെ MLA അല്ല, തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് കൃത്യമായി അദ്ദേഹം അന്വേഷിക്കണം. അല്ലാതെ ഇങ്ങനെ ഇവിടുന്ന് ആരെങ്കിലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് ഏറ്റു പറഞ്ഞത് ഏറെ എനിക്ക് വിഷമമുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പണ്ഡിതൻ, ഞാനും ഒരു വിശ്വാസിയാണല്ലോ, ഒരു വിശ്വാസിയെ ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണ മാറ്റി വരണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്നാണ് എന്റെ അഭിപ്രായം.